നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് 3 ആണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് 3ൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്: ഹൈപ്പോത്തിസിസ്, അതുപോലെ തന്നെ ടൈപ്പ് 1 ആൻഡ് 2 എറർ, വൺ ടൈൽഡ് ആൻഡ് ടു ടൈൽഡ് ടെസ്റ്റ്, സാമ്പിളിംഗ് ടെക്നിക്സ്, മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്. ഓക്കെ, ഇതിൽ ഹൈപ്പോത്തിസിസ്, ടൈപ്പ് 1 എറർ ആൻഡ് 2 എറർ, വൺ ടൈൽഡ് ആൻഡ് ടു ടൈൽഡ് ടെസ്റ്റ് ഇത് മാത്രമാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. സാമ്പിളിംഗ് ടെക്നിക്സും മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിങ്ങും ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നില്ല. അത് സ്ലൈഡിൽ ഉണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഇനി അതല്ല, നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ താഴെ ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് എന്താണ് ഹൈപ്പോത്തിസിസ്, എന്താണ് ടൈപ്പ് 1 എറർ, 2 എറർ, വൺ ടൈൽഡ് ആൻഡ് ടു ടൈൽഡ് ടെസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. കോമൺലി ഇതൊരു ഡിഫിക്കൽട്ട് ടോപ്പിക് ആയത് കാരണം കൊണ്ട് മാത്രമാണ് ഇത് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഹൈപ്പോത്തിസിസ് എന്താണ്? ഹൈപ്പോത്തിസിസ് എ മിയർ അസംഷൻ. എന്താണത്? ഒരു അസംഷൻ ആണ്. ഓക്കെ, അതായത് ഒരു റിസർച്ച് വർക്ക് തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്ന സമയത്ത് ലിറ്ററേച്ചർ റിവ്യൂ എല്ലാം ചെയ്തതിന് ശേഷം നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു അസംഷൻ ആണ്. ഓക്കെ, എ മിയർ അസംഷൻ ഓർ സം സപ്പോസിഷൻ ടു ബി പ്രൂവ്ഡ് ഓർ ഡിസ്പ്രൂവ്ഡ്. ഓക്കെ, അത് നമുക്ക് ആ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്പ്രൂവ് ചെയ്യണം. നമ്മുടെ അസംഷൻ ശരിയാണെന്ന് പറയണം, അല്ലെങ്കിൽ എന്താണെന്ന് പറയണം? തെറ്റാണ് എന്ന് പറയാനായിട്ട് സാധിക്കണം. ഓക്കെ, സപ്പോസിഷൻ ടു ബി പ്രൂവ്ഡ് ഓർ ഡിസ്പ്രൂവ്ഡ്. ഓക്കെ, അതെന്ത് ചെയ്യാൻ സാധിക്കണം? പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. എ പ്രൊപ്പോസിഷൻ ഓർ എ സെറ്റ് ഓഫ് പ്രൊപ്പോസിഷൻ. ഓക്കെ, അവിടെ എന്താണ് പറയുന്നത്? എ പ്രൊപ്പോസിഷൻ ഓർ എ സെറ്റ് ഓഫ് പ്രൊപ്പോസിഷൻ. എന്താണ്? ഹൈപ്പോത്തിസിസ് എന്നത് ചിലപ്പോൾ ഒന്നുകിൽ ഒരു ഹൈപ്പോത്തിസിസ് ആവാം, അതല്ലെങ്കിൽ എന്തുണ്ടാവാം? ഒന്നിലധികം ഹൈപ്പോത്തിസിസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എ ഹൈപ്പോത്തിസിസ് is a proposition or a set of proposition set forth as an explanation for the occurrence of some specified group of phenomena, either asserted merely as a provisional conjecture to guide some investigation. ഓക്കെ, എന്താണത്? നമുക്ക് എന്താണോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്, എന്താണോ കണ്ടെത്താൻ പോകുന്നത്, ആ കണ്ടെത്തുന്നതിന് മുമ്പേ ഉള്ള നമ്മളുടെ അസംഷൻ. ഓക്കെ, ഒന്നുകിൽ ഒരു അസംഷൻ ഇസ് എ പ്രപ്പോസിഷൻ ഓർ എ സെറ്റ് ഓഫ് പ്രപ്പോസിഷൻ, അല്ലെങ്കിൽ ഒന്നിലധികം അസംഷൻസ് നമുക്ക് ഉണ്ടാവാം. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കാം. ഓക്കെ, ഓർ അക്സെപ്റ്റഡ് ആസ് ഹൈലി പ്രോബബിൾ ഇൻ ദ ലൈറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്സ്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഹൈപ്പോത്തിസിസ്. ഒരു നല്ല ഹൈപ്പോത്തിസിസിന്റെ പ്രത്യേകത എന്താണ്? ഹൈപ്പോത്തിസിസ് ഷുഡ് ബി ക്ലിയർലി സ്റ്റേറ്റഡ്. എന്തായിരിക്കണം? അത് ക്ലിയർലി സ്റ്റേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആവാൻ പാടില്ല ഹൈപ്പോത്തിസിസ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത്? അതായത് റിസർച്ച് പ്രോബ്ലം, കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റെപ്സ് പഠിച്ചതാണ്. റിസർച്ച് പ്രോബ്ലം ഫ്രെയിംവർക്ക് ചെയ്തതിന് ശേഷമാണ് ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നതാവാം. ഓക്കെ, അതായത് എന്താണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നു? അതായത് ഒന്നും ഇതും അതും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടത്തെ പോലെ തന്നെയാണോ അവിടെയും എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിൽ അവശേഷിക്കുന്ന ഒരു സംഭവമായിരിക്കും എന്ത്? തീർച്ചയായിട്ടും റിസർച്ച് പ്രോബ്ലം. ഓക്കെ, പക്ഷെ ഹൈപ്പോത്തിസിസ് അങ്ങനെയല്ല. ഹൈപ്പോത്തിസിസ് എന്താണ്? ഹൈപ്പോത്തിസിസ് നമ്മളൊരു അസംഷൻ വെക്കും, ഇന്നതും ഇന്നതും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഓക്കെ, എന്നുള്ള അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോമിലായിരിക്കും. ഓക്കെ, ഹൈപ്പോത്തിസിസ് ഷുഡ് ബി ക്ലിയർലി സ്റ്റേറ്റഡ്. ഹൈപ്പോത്തിസിസ് ഷുഡ് ബി പ്രിസൈസ് ആൻഡ് സ്റ്റേറ്റഡ് ഇൻ സിമ്പിൾ ഫോം ആസ് ഫാർ ആസ് പോസിബിൾ. ഹൈപ്പോത്തിസിസ് ഷുഡ് സ്റ്റേറ്റ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ വേരിയബിൾസ്. ഹൈപ്പോത്തിസിസിൽ മെയിനായിട്ട് എന്തൊക്കെയായിരിക്കും കാണിക്കുന്നത്? ഇന്ന വേരിയബിളും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപെൻഡന്റ് വേരിയബിളും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കാം എന്തിൽ കാണിക്കുന്നത്? ഹൈപ്പോത്തിസിസിലൊക്കെ നോർമലി കാണിക്കുന്നത്. ഹൈപ്പോത്തിസിസ് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് ബീങ് ടെസ്റ്റഡ്. ഓക്കെ, നമുക്കത് എന്ത് ചെയ്യാൻ സാധിക്കണം? ടെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഷുഡ് ബി ക്ലിയർലി സ്റ്റേറ്റഡ്. എന്താണ്? ക്വസ്റ്റ്യൻ മാർക്കിലാവരുത്, അതെന്തായിരിക്കണം? സ്റ്റേറ്റ്മെന്റ് ഫോമിലായിരിക്കണം. സ്റ്റേറ്റ്മെന്റിലാണെങ്കിലാണ് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കലി ടെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എപ്പോഴും വയ്ക്കേണ്ടത്. അതാണ് ഒരു നല്ല ഹൈപ്പോത്തിസിന്റെ, ഒരു ഗുഡ് ഹൈപ്പോത്തിസിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ്. ഹൈപ്പോത്തിസിസ് ഷുഡ് ബി such that it can be tested within the research area under purview. ഓക്കെ, എന്താണ്? ഹൈപ്പോത്തിസിസ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് വിത്തിൻ ദ റിസർച്ച് ഏരിയ. നമ്മുടെ റിസർച്ച് ഏരിയയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. മെയിൻ ആയിട്ടുള്ള രണ്ട് ഹൈപ്പോത്തിസിസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് ആ വലിയ സ്ലൈഡിലുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താണ് നള്ളും ഓൾട്ടർനേറ്റീവ് എന്താണെന്നുള്ളത് നോക്കാം. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുന്നത് നള്ളും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. Alternative hypothesis is usually the one which one wishes to prove. നമ്മൾ എന്താണോ പ്രൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനാണ് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ആൻഡ് ദ നൾ ഹൈപ്പോത്തിസിസ് ഇസ് ദ വൺ
വിഷസ് ടു ഡിസ്പ്രൂവ്. ഓക്കെ, എന്താണ് നൾ ഹൈപ്പോത്തിസിസ്? എന്താണ് നമ്മൾ ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നൾ ഹൈപ്പോത്തിസിസ് വെക്കുമ്പോൾ ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. അതായത് നോ സിഗ്നിഫിക്കൻസ് എന്നേ നമ്മൾ വായിക്കാറുള്ളൂ. അത് എക്സാമിന് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നൾ ഹൈപ്പോത്തിസിസ് എപ്പോഴും വെക്കുമ്പോൾ നമ്മൾ എന്താണ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് എന്ന് വെക്കുള്ളൂ. ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് എന്നോ അല്ലെങ്കിൽ ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്നോ അങ്ങനെ വെക്കൂല. എന്തിനും നോ എന്നേ വെക്കുള്ളൂ. എന്തുകൊണ്ടാണത്? അത് നമുക്ക് ഡിസ്പ്രൂവ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നമ്മളെപ്പോഴും നൾ ഹൈപ്പോത്തിസിസ് ഡിസ്പ്രൂവ് ചെയ്യാനും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ടാണ് എപ്പോഴും ശ്രമിക്കാറ്. ഓക്കെ, എന്ന് വിചാരിച്ചാൽ നമ്മൾ ബയാസ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ മനഃപൂർവ്വം ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പാടില്ല. അതിലേക്ക് നമുക്ക് വരാം. മനഃപൂർവ്വം ശ്രമിക്കുന്നതിന് നമ്മൾ ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആണ് എ നൾ ഹൈപ്പോത്തിസിസ് റെപ്രസെന്റ് ഹൈപ്പോത്തിസിസ് വി ആർ ട്രൈയിങ് ടു റിജക്ട്. ഓക്കെ, നൾ ഹൈപ്പോത്തിസിസ് എന്താണ്? നമ്മൾ റിജക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് റെപ്രസെന്റ് ഓൾ അതർ പോസിബിലിറ്റീസ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണ്? മറ്റുള്ള പോസിബിലിറ്റീസ്. റിജക്ട് അല്ലെങ്കിൽ ഇഷ്ടം പോലെ പോസിബിലിറ്റീസ് ഉണ്ട്. എന്താണ്? നമുക്ക് വേണമെങ്കിൽ റീടൈൻ ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം, അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു അസംഷൻ, ഒരു നൾ ഹൈപ്പോത്തിസിസ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മനസ്സിലൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെത്ത് റേറ്റ് ഓഫ് കേരളൈറ്റ്സ് ആൻഡ് ഇന്ത്യൻസ്. ഓക്കെ, അതായത് എന്താണ് കേരളത്തിലെ മരണനിരക്കും ഇന്ത്യയിലെ മരണനിരക്കും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഡെത്ത് റേറ്റ് രണ്ടിൻ്റെ മരണനിരക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസും ഇല്ല. എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് സ്ഥലത്തെ മരണനിരക്ക് ഒരേപോലെയാണ് എന്നുള്ളതർത്ഥം. ഓക്കെ, അപ്പം നമ്മളുടെ അസംഷൻ എപ്പോഴും വെക്കുമ്പോൾ നമ്മൾ എങ്ങനെ വെക്കുള്ളൂ? ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്നേ വെക്കുള്ളൂ. ഓക്കെ, അത് നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, അതായത് നൾ ഹൈപ്പോത്തിസിസ് വെക്കുമ്പോൾ എപ്പോഴും ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ്, ദർ ഇസ് നോ എന്നേ വെക്കുള്ളൂ. ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, അസംഷൻ വെക്കാറില്ല. ഇത് എക്സാമിന് ചോദിച്ച് കാണാറുള്ളതാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക പ്രത്യേകം. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എപ്പോഴും നെഗറ്റീവായിട്ടേ വെക്കുള്ളൂ. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെത്ത് റേറ്റ് ഓഫ് കേരളൈറ്റ്സ് ആൻഡ് ഇന്ത്യൻസ്. ഓക്കെ, അതായത് ഇന്ത്യൻസിനെ മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും കേരളൈറ്റ്സിനെ മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ടിനും നോക്കുമ്പോൾ രണ്ട് സ്ഥലത്തും ഡെത്ത് റേറ്റ് ഒരേപോലെയാണ്. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്നാണ് നമ്മളുടെ അസംഷൻ എങ്കിൽ നമ്മൾ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് കിട്ടിയത് എന്താണ്? ട്രൂ ആണ്. അതായത് കേരളത്തിലെയും ഇന്ത്യയിലെയും മരണനിരക്ക് എന്താണ്? ഒരുപോലെയാണ്. അപ്പോൾ എന്താണ്? നൾ ഹൈപ്പോത്തിസിസ് എന്താവും? വിൽ ബി ട്രൂ. നൾ ഹൈപ്പോത്തിസിസ് എന്താവും? ട്രൂ ആവും. നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് നൾ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. അതാണ് കറക്റ്റ് ഡെസിഷൻ. നമ്മൾ എടുക്കേണ്ട കറക്റ്റ് ഡെസിഷൻ എന്താണ്? അക്സെപ്റ്റ് നൾ ഹൈപ്പോത്തിസിസ്. ഓക്കെ, ഇനി അതല്ല നമ്മൾ റിജക്റ്റ് ആണ് ചെയ്തതെങ്കിലോ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. അതായത് നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിട്ടും നമ്മളത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ഡെസിഷനാണ്? ഇൻകറക്റ്റ് ഡെസിഷനാണ്. ഓക്കെ, അത് ഇൻകറക്റ്റ് ഡെസിഷനാണ്. ഇതിനെ നമ്മൾ വിളിക്കുക എന്താണ്? ടൈപ്പ് 1 എറർ എന്ന് വിളിക്കും. ഇനി അടുത്തത് നൾ ഹൈപ്പോത്തിസിസ്. ഓക്കെ, എന്തായിരുന്നു നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ്? കേരളത്തിലെയും ഇന്ത്യയിലെയും മരണനിരക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിം ആണ്. ഓക്കെ, ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. ഓക്കെ, അത് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്തായി? നേരെ തിരിച്ച വന്നത്. അതായത് ടെസ്റ്റ് ചെയ്തപ്പോൾ അതെന്തായില്ല? പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവിടെ എന്താ നമുക്ക് റിസൾട്ട് കിട്ടിയത്? കേരളത്തിലെയും ഇന്ത്യയിലും മരണനിരക്ക് തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് എങ്കിൽ നമ്മളുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും? ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെത്ത് റേറ്റ് ഓഫ് കേരളൈറ്റ്സ് ആൻഡ് ഇന്ത്യൻസ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നൾ ഹൈപ്പോത്തിസിസ് എന്താണ്? ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല, പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണ്? ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. രണ്ടുപേരും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. കേരളത്തിലെ മരണനിരക്കും ഇന്ത്യയിലെ മരണനിരക്കും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? നൾ ഹൈപ്പോത്തിസിസ്, രണ്ടാമത്തെ കേസിൽ നൾ ഹൈപ്പോത്തിസിസ് എന്തായിപ്പോയി? ഫോൾസ് ആയിപ്പോയി. നൾ ഹൈപ്പോത്തിസിസ് തെറ്റിപ്പോയി. നമ്മുടെ അസംഷൻ തെറ്റിപ്പോയി. അതായത് നൾ ഹൈപ്പോത്തിസിസ് എന്താ പറഞ്ഞത്? കേരളത്തിലെയും ഇന്ത്യയിലും മരണനിരക്ക് ഒരുപോലെയാണെന്നാണ് പറഞ്ഞത്. ഒരുപോലെയാണോ നമുക്ക് റിസൾട്ട് കിട്ടിയത്? അല്ല, ഫോൾസ് ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട കറക്റ്റ് ഡെസിഷൻ എന്താണ്? കറക്റ്റ് ഡെസിഷൻ റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ്. നമ്മൾ എന്ത് ചെയ്യണം? നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യണം. H0 റിജക്റ്റ് ചെയ്യണം. നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യണം. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ഹൈപ്പോത്തിസിസ്, അതായത് നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇൻകറക്റ്റ് ഡെസിഷൻ. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ടൈപ്പ് 2 എറർ എന്ന് വിളിക്കും. ഓക്കെ, ടൈപ്പ് 1 എറർ മീൻസ് റിജക്ഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് വിച്ച് വുഡ് ഹാവ് ബീൻ അക്സെപ്റ്റഡ്. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്തോ വിച്ച് ഷുഡ് ഹാവ് ബീൻ അക്സെപ്റ്റഡ്, എന്താണോ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആ അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്താൽ അതിനെ എന്ത് വിളിക്കും? ടൈപ്പ് 1 എറർ എന്ന് വിളിക്കും. ടൈപ്പ് 2 എറർ മീൻസ് അക്സെപ്റ്റിംഗ് ദ ഹൈപ്പോത്തിസിസ് വിച്ച് ഷുഡ് ഹാവ് ബീൻ റിജക്റ്റ് ചെയ്യേണ്ട ഒന്നിനെ നമ്മൾ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. അതിനെ എന്ത് വിളിക്കും? ടൈപ്പ് 2 എറർ എന്ന് വിളിക്കും. ടൈപ്പ് 1 എറർ ഈസ് ഡിനോട്ടഡ് ബൈ ആൽഫ. ടൈപ്പ് എറർ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സിൽ അത് ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എന്നുള്ള സിഗ്നേച്ചർ ഇട്ടിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഇതും ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ്. ടൈപ്പ് 2 എറർ ഈസ് ഡിനോട്ടഡ് ബൈ ബീറ്റ. ടൈപ്പ് 2 എറർ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ബീറ്റയാണ്. നോൺ ആസ് ബീറ്റ എറർ എന്നതിന് പറയും. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ആദ്യം ഹൈപ്പോത്തിസിസ് നോക്കാം. There is no significant difference between death rate of corona patients in India and Kerala. അതായത് ഇപ്പോൾ കൊറോണയാണല്ലോ, അപ്പോൾ ഈ കൊറോണയുടെ സമയത്ത് there is no significant difference between death rate of corona patients in India and Kerala. ഇന്ത്യയിലെയും കേരളത്തിലെയും കൊറോണ പേഷ്യൻസിൻ്റെ ഡെത്ത് റേറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസവുമില്ല, ഒരുപോലെയാണ്. കേരളത്തിൽ എത്രയാണോ മരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്ത്യയിലും മരിക്കുന്നത്. രണ്ട് സ്ഥലത്തെ ഡെത്ത് റേറ്റ് എന്താണ്? സെയിം ആണെന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ഓക്കെ, അപ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫാക്ട് ആഫ്റ്റർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ്, നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി. ഫാക്ട് ആഫ്റ്റർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് എന്താണ്? നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ദെയർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെത്ത് റേറ്റ്. അതാണ് അവിടെ ഡെത്ത് റേറ്റിൽ എന്തുണ്ട്? സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? കേരളത്തിലെ മരണനിരക്കല്ല ഇന്ത്യയിലെ മരണനിരക്ക്. കേരളത്തിൽ മരണനിരക്ക് കുറവും ഇന്ത്യയിലെ മരണനിരക്ക് എന്താണ്? ഇന്ത്യയിലെ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ മരണനിരക്ക് എന്തായിരിക്കും? കൂടുതലാണ് എന്നുള്ളതാണ് അവിടെ കിട്ടിയത്. നമുക്ക് കിട്ടിയ ഹൈപ്പോത്തിസിസ്, അതായത് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് അതാണ്. ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെത്ത് റേറ്റ്. രണ്ട് സ്ഥലത്തും ഡെത്ത് റേറ്റിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്? ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. രണ്ട് സ്ഥലത്തും വ്യത്യാസമില്ല. കേരളത്തിലെ മരണനിരക്കും ഇന്ത്യയിലെ മരണനിരക്കും ഒരേപോലെയാണ്. പക്ഷെ അങ്ങനെയാണോ കിട്ടിയത്? അല്ല, അങ്ങനെയല്ല കിട്ടിയത്. രണ്ട് സ്ഥലത്തും മരണനിരക്കിൽ വ്യത്യാസമുണ്ട് എന്നാണ് കിട്ടിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്? ലെസ് ദാൻ 0.05 നമുക്ക് കിട്ടിയ പി വാല്യൂ അഥവാ സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ലെസ് ദാൻ 0.05, 0.05 താഴെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾക്ക് എന്ത് കിട്ടിയത്? നമ്മളുടെ സിഗ്നിഫിക്കൻസ് വാല്യൂ എത്രയാണ്? 0.05 താഴെയാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ഡെസിഷൻ എടുക്കണം? റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ് എടുക്കണം. ഓക്കെ, നമ്മൾ എടുക്കേണ്ട ഡെസിഷൻ റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ്. ഓക്കെ, ഹിയർ നൾ ഹൈപ്പോത്തിസിസ് പ്രൂവൺ ഫോൾസ്. ഓക്കെ, അവിടെ എന്താണ്? നൾ ഹൈപ്പോത്തിസിസ് എന്താണ്? ഒരു പ്രൂവണായി, എന്താണ്? ഫോൾസ് ആണെന്ന് പ്രൂവണായി. ഓക്കെ, അതായത് കേരളത്തിലെയും ഇന്ത്യയിലെയും മരണനിരക്ക് എന്തല്ല? ഒരേപോലെയല്ല എന്ന് നമുക്ക് എന്ത് ചെയ്തു? ആ ഹൈപ്പോത്തിസിസ് തെറ്റായ ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ എടുക്കേണ്ട കറക്റ്റ് ഡെസിഷൻ എന്താണ്? കറക്റ്റ് ഡെസിഷൻ റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ്. നമ്മൾ എന്ത് ചെയ്യണം? നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ എടുക്കുന്ന ഇൻകറക്റ്റ് ഡെസിഷൻ എന്താണ്? അപ്പോൾ കറക്റ്റ് ഡെസിഷൻ എടുക്കേണ്ടത് റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ് ആണ്. ഇൻ കേസ് നമ്മൾ ഒരു ഇൻകറക്റ്റ് ഡെസിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ അത് എന്തായിരിക്കും? അക്സെപ്റ്റ് നൾ ഹൈപ്പോത്തിസിസ് ആയിരിക്കും. അവിടെ എന്ത് ചെയ്തു? നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്തു. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ എററിനെ നമ്മൾ വിളിക്കുന്നതാണത് ടൈപ്പ് 2 എറർ എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്ത് നേരെ തിരിച്ച് നമ്മൾ പറയാം. ഹൈപ്പോത്തിസിസ് നമുക്ക് കിട്ടി. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെത്ത് റേറ്റ് ഓഫ് കൊറോണ പേഷ്യൻസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. സെയിം അസംഷൻ തന്നെ നമ്മൾ എടുത്തു. ഓക്കെ, നമുക്ക് അന്ന് റിസൾട്ട് കിട്ടി. ഫാക്ട് ആഫ്റ്റർ ടെസ്റ്റിംഗ് റിസൾട്ട് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെത്ത് റേറ്റ്. ഓക്കെ, ഡെത്ത് റേറ്റ് ഓഫ് കൊറോണ പേഷ്യൻസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. കേരളത്തിലെയും ഇന്ത്യയിലെയും ഡെത്ത് റേറ്റിൽ എന്തില്ല? ഒരു വ്യത്യാസവും ഇല്ല എന്ന് നമുക്ക് കിട്ടി. അതായത് നമുക്കൊരു അസംഷൻ ഉണ്ട്. ആ അസംഷൻ തന്നെ എന്തായി? നമുക്ക് റിസൾട്ട് ചെയ്ത് നോക്കിയപ്പോഴും കിട്ടി. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഡെസിഷൻ അക്സെപ്റ്റ് നൾ ഹൈപ്പോത്തിസിസ്. നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ഫെയിൽഡ് ടു റിജക്ട് നൾ ഹൈപ്പോത്തിസിസ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ നൾ ഹൈപ്പോത്തിസിസ് ശരിയാണ്, പ്രൂവൺ ആണ്, ട്രൂ ആണെന്ന് നമുക്ക് എന്താണ്? നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അക്സെപ്റ്റ് നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അതിനെ ഏത് രീതിയിലും പറയാം. ഫെയിൽഡ് ടു റിജക്ട് നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യാൻ നമ്മൾ ഫെയിൽ ആയിപ്പോയി എന്ന് പറയാം.
അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓർ റീറ്റെയിനിങ് നൾ ഹൈപ്പോത്തിസിസ്. എന്ത് ചെയ്യുന്നു, നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യുന്നു, റീറ്റെയിൻ ചെയ്യുന്നു, അങ്ങനെ തന്നെ വയ്ക്കുന്നു എന്നും നമുക്കതിനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഹിയർ നൾ ഹൈപ്പോത്തിസിസ് പ്രൂവൺ ട്രൂ. ഓക്കെ, ഇവിടെ എന്താണ്, ട്രൂ ആണ്. നൾ ഹൈപ്പോത്തിസിസ് അവിടെ സത്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. കേരളത്തിലെയും ഇന്ത്യയിലെയും മരണനിരക്ക് ഒരേപോലെയാണെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എടുക്കേണ്ട കറക്റ്റ് ഡിസിഷൻ എന്താ, ആക്സെപ്റ്റ് നൾ ഹൈപ്പോത്തിസിസ്. നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. ഇൻകറക്റ്റ് ഡിസിഷൻ എന്താണ്, റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ്. നമ്മൾ എന്ത് ചെയ്യണം, നൾ ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യണം, റിജക്റ്റ് ചെയ്യണം. ഓക്കെ, ഒരിക്കലും അങ്ങനെ ചെയ്യാമോ, ഇല്ല. അതെന്ത് ഡെസിഷനാണ്, ഇൻകറക്റ്റ് ഡെസിഷനാണ്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് വിളിക്കും, ടൈപ്പ് 1 എറർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ടൈപ്പ് 2 എററിൻ്റെ സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന പി വാല്യൂ എന്തായിരിക്കും, <0.05 ആയിരിക്കും. ടൈപ്പ് 1 എറർ വരുമ്പോൾ നമ്മുടെ പി വാല്യൂ എത്ര ആയിരിക്കും, <0.05 ആയിരിക്കും. ഇനി അടുത്തത് ദ ചാൻസ് ഓഫ്, ഇതൊക്കെ ഒരു ഈ പറഞ്ഞ സംഭവം ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ടൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദ ചാൻസ് ഓഫ് കമ്മിറ്റിംഗ് ദീസ് 2 ടൈപ്പ് ഓഫ് എറേഴ്സ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും, ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടും. ദാറ്റ് ഈസ് ഡിക്രീസിങ് ടൈപ്പ് 1 എറർ ഇൻക്രീസസ് ടൈപ്പ് 2 എറർ. അതായത് ടൈപ്പ് 1 എറർ ഡിക്രീസ് ചെയ്യുന്തോറും ടൈപ്പ് 2 എറർ കൂടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് 2 എറർ ഡിക്രീസ് ചെയ്യുന്തോറും ടൈപ്പ് 1 എറർ കൂടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ഒക്കെ പറയുന്നത്. ആൻഡ് വൈസ് വേഴ്സ, നേരെ തിരിച്ചും മറിച്ചും സംഭവിക്കാം. ഓക്കെ, അടുത്തതാണ് 2 ടൈൽഡ് ആൻഡ് 1 ടൈൽഡ് ടെസ്റ്റ്. ഓക്കെ, 2 ടൈൽഡ് ആൻഡ് 1 ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നേരെ ഒരു വര വരയ്ക്കാം. അതായത് നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തേട്ട് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഇതിനെ 1 ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, അതല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്തേട്ട് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അതിനെ 1 ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനി എന്നാൽ 2 സൈഡിലേക്കും ഉള്ള റിസൾട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, 2 ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയും. ഒരു സൈഡിലേക്ക് മാത്രമാണ്, വലത് സൈഡിലേക്ക് മാത്രമാണെങ്കിൽ 1 ടൈൽഡ് ടെസ്റ്റ്, ഇടത് സൈഡിലേക്ക് മാത്രമാണെങ്കിലും 1 ടൈൽഡ് ടെസ്റ്റ് തന്നെ. 2 സൈഡിലേക്കും ഒരേപോലെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, 2 ടൈൽഡ് ടെസ്റ്റ്. അതായത് നോർമലി ഇങ്ങോട്ട് എടുക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ടൈൽഡ് ടെസ്റ്റ് ഇങ്ങോട്ട് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ 1 ടൈൽഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനും 1 ടൈൽഡ് ടി ടെസ്റ്റ് ഉപയോഗിക്കും. ഓക്കെ, എന്നാൽ 2 ടൈൽഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്നതിനാണ് ഈക്വൽ ടു എന്നുള്ളൊരു ഡിസിഷനാണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ, അതാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ, ഒന്നും തമ്മിൽ സാമ്യമുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ, അതാണ് നമ്മളുടെ ഹൈപ്പോത്തിസിസ് എങ്കിൽ നമ്മൾ എന്ത് ടെസ്റ്റ് യൂസ് ചെയ്യണം, 2 ടൈൽഡ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം 2 ടൈൽഡ് ടെസ്റ്റും അതേപോലെ തന്നെ 1 ടൈൽഡ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. നമുക്കൊരു അസംഷൻ ഉണ്ട്, ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെത്ത് റേറ്റ് ഓഫ് കൊറോണ പേഷ്യൻസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. നമ്മൾ നേരത്തെ പറഞ്ഞ അസംഷൻ എന്താണ്, കേരളത്തിലെയും ഇന്ത്യയിലെയും എന്താണ് മരണനിരക്ക് എന്ന് വെച്ചാൽ ആവറേജ് ആണല്ലോ അത്. ഓക്കെ, അതായത് കേരളത്തിലെ പോപ്പുലേഷൻ എടുത്ത് വന്ന് കൊറോണ പേഷ്യൻസിനെ എടുക്കുമ്പോൾ ഇവിടുത്തെ മരണനിരക്കും ഇന്ത്യയിലെ മൊത്തത്തിലുള്ള മരണനിരക്കും ഓക്കെ അതും എടുത്തു നോക്കുമ്പോൾ എന്താണ്, ഒരേപോലെയാണ്. അതിനാണ് പറയുന്നത് μ1 ഈസ് ഈക്വൽ ടു μ2 എന്ന് പറയുന്നത്. എന്താണ് μ1? ഇന്ത്യയിലെ മരണനിരക്ക്. ഓക്കെ, അതെന്താണ്, ആവറേജ് മരണനിരക്കാണ്. ഓക്കെ, ഇന്ത്യയിലെ ആവറേജ് മരണനിരക്കിനെയാണ് എന്ത് പറയുന്നത്, μ1 എന്ന് പറയുന്നത്. കേരളത്തിലെ ആവറേജ് മരണനിരക്കിനെയാണ് എന്ത് പറയുന്നത്, μ2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ടെസ്റ്റ് യൂസ് ചെയ്യേണ്ടത്, 2 ടൈൽഡ് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതല്ല, നമ്മളുടെ ഹൈപ്പോത്തിസിസ് ഇതാണ്, ഡെത്ത് റേറ്റ് ഓഫ് കൊറോണ പേഷ്യൻസ് ഇൻ ഇന്ത്യ ഈസ് ഗ്രേറ്റർ ദാൻ കേരള. അതായത് കേരളത്തിലെ മരണനിരക്കിനേക്കാളും കൂടുതലാണ് എവിടുത്തെ മരണനിരക്ക്, ഇന്ത്യയിലെ മൊത്തത്തിലുള്ള മരണനിരക്ക് എന്നുള്ളതാണ് നമ്മൾ വെക്കുന്ന അസംഷൻ എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്, 1 ടൈൽഡ് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ 1 ടൈൽഡ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലും 1 ടൈൽഡ്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലും 1 ടൈൽഡ്. അതുപോലെ തന്നെ എന്താണ്, 2 സൈഡിലേക്കും ഈക്വൽ ടു ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യും, 2 ടൈൽഡ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നതിൻ്റെ റിജക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇപ്പുറത്തേട്ടാണ്. ഇതിൻ്റെ റിജക്ഷൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്,
ഇപ്പുറത്തായിട്ടാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഉള്ളിൽ വന്ന് നിൽക്കണം. ഈ രണ്ടിൻ്റെയും ഉള്ളിൽ എന്ത് ചെയ്യണം? നമ്മളുടെ റിസൾട്ട് വന്ന് നിൽക്കണം. അതായത് നമ്മളുടെ പി വാല്യൂ എന്ന് പറയുന്നത് 0.05 വന്ന് നിൽക്കണം. ഓക്കെ, എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ടെസ്റ്റ് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 2 ടൈൽഡ് ടെസ്റ്റ് 1 ടൈൽഡ് ടെസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? μ1 = μ2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ടെസ്റ്റ് യൂസ് ചെയ്യും? 2 ടൈൽഡ് ടെസ്റ്റ് യൂസ് ചെയ്യും. μ1 > μ2 ആണെങ്കിൽ 1 ടൈൽഡ് ടി ടെസ്റ്റ് യൂസ് ചെയ്യും. നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. μ1 < μ2 ആണെങ്കിൽ നമുക്ക് ഏത് ടെസ്റ്റ് യൂസ് ചെയ്യാം? 1 ടൈൽഡ് ടെസ്റ്റ് യൂസ് ചെയ്യാം. അതായത് ഒരു സൈഡിലേക്ക് മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതായത് ഇവിടെ ഗ്രേറ്റർ ദാൻ മാത്രമല്ലേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഗ്രേറ്റർ ദാൻ മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ലെസ് ദാനും ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഏതെങ്കിലും ഒന്ന് മാത്രം. ഓക്കെ, പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഈക്വൽ ടു ആണ്. രണ്ട് സൈഡിലേക്കും 2 ടൈലും നോക്കുന്നുണ്ട്. എന്താണ് ടൈല്? ഇതാണ് ടൈൽ എന്ന് പറയുന്നത്. ഇതാണ് ടൈൽ എന്ന് പറയുന്നത്. 2 ടൈലും എന്ത് ചെയ്യുന്നുണ്ട്? ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനാണ് പറയുന്നത് 2 ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതും എക്സാമിന് ഉറപ്പായിട്ടും ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു.